പോലെ നമ്മുടെ സാഹിത്യത്തെയും പുതിയ സംരംഭങ്ങളെയും ഉയർത്തിപ്പിടിക്കാറില്ല എന്നൊരു വസ്തുതയാണ്. അതുകൊണ്ടുകൂടിയാണ് കഥാശ്വാസം ഇന്ന് ഗിന്നസ് ബുക്കിൽ വരാതിരിക്കുന്നത്. വളരെയധികം അർത്ഥമാനങ്ങളുള്ളൊരു പ്രസ്ഥാനമായിട്ടാണ് ബെന്നാച്ചേന്നമംഗലൂർ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥമാനങ്ങളെ പറ്റിയൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കോവിഡ് സമയത്ത് നമ്മെ ഒറ്റപ്പെടുന്നതിൽ നിന്ന് വിമുക്തരാക്കാനുള്ള ഒരു കഥാവായന എന്നതിൽ കവിഞ്ഞ ഒരുപാട് അർത്ഥമാനങ്ങൾ ഇതിനുണ്ട്. ഒരു സാഹിത്യ ഗണത്തെ മറ്റൊരു കലാരൂപത്തിലേക്ക് എങ്ങനെ പരിവർത്തിപ്പിക്കാൻ പറ്റും? അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ബെന്ന ചെയ്തത് കഥ വായിക്കുകയല്ല. ബെന്നെ പലപ്പോഴും നമ്മളടക്കം, ഞാനടക്കം ഓരോ ആസ്വാദന സമയത്തും പറയുന്നൊരു വാക്കുണ്ട്, ബെന്നയുടെ പ്രൗഢ ഗംഭീരമായ സ്വരം. ആ സ്വരത്തെ മാത്രമാണ് നമ്മൾ വിലവെക്കാറുണ്ട്. എന്നാൽ ഈ സ്വരം നൽകുന്ന ഒരാളല്ല, ഒരു വായനക്കാരനല്ല ബെന്ന എന്നതാണ്. ബെന്ന കഥയെ പുനർസൃഷ്ടിക്കുന്ന, സർഗാത്മകമായിട്ടുള്ള മറ്റൊരു കലാരൂപമാക്കി മാറ്റുന്ന ഒരു സർഗാത്മകനായിട്ടുള്ള ഒരു കലാകാരൻ. ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഈ വായനയുടെ രസത്തിൽ മുഴുകുന്ന സമയത്ത് ഇത് നൽകുന്ന അർത്ഥമാനങ്ങളെ പറ്റി നാം മനസ്സിലാക്കാതെ പോകുന്നു. സമയത്ത് മാനസികമായിട്ടും വൈകാരികമായിട്ടും ഒരു ശക്തിക്കും നമ്മളെ വിഘടിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നതിൻ്റെ ഉറക്കെയുള്ള പ്രഖ്യാപനമായിരുന്നു. കോവിഡിനെതിരായിട്ടുള്ള പ്രവർത്തനം ശാസ്ത്രത്തിനാണ്. ഡോക്ടറെ പോലെയുള്ള മെഡിക്കൽ ഡോക്ടർ കലയാണ്. കഥാശ്വാസം അതിന് വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് എന്നാണ്. കോവിഡ് കാലത്ത് വളരെ ലബ്ധപ്രതിഷ്ഠമായിട്ടുള്ള, കോവിഡ് കാലത്ത് ലോകത്ത് പല സ്ഥലത്തും ഇങ്ങനെയുള്ള പെർഫോമിംഗ് ആർട്സ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, ലിറ്ററേച്ചർ സ്റ്റുഡിയോയിൽ വെച്ചിട്ടല്ല നടക്കുന്നത്. ഒരു താളത്തിന്റെ പെർഫോമിംഗ് ആർട്സ് ആക്കി കഥകളെ മാറ്റുന്നതാണ് ആഘോഷിക്കപ്പെടുന്നത്. ആർട്ടാക്കി മാറ്റുന്ന സർഗാത്മകമായ ഒരു പ്രവൃത്തിയാണ് ബെന്നാച്ചേന്നമംഗലൂർ നടത്തുന്നത്. അതുകൊണ്ടാണ് പെർഫോമിംഗ് ആർട്സ് സ്റ്റുഡിയോയിൽ തന്നെ ഇത് നടക്കുന്നത് എനിക്ക് പറയാനുണ്ട്. സമൂഹം വളരെ ശോചനീയമായിട്ടുള്ള അതിജീവന സാധ്യമല്ലാതെ പോകുന്ന സമയത്ത് കല എങ്ങനെയാണ് മനുഷ്യനെ ജീവിതത്തെ ജീവിതയോഗ്യമാക്കി മാറ്റി വലിയ പ്രതിരോധം തീർത്തത് എന്നതിൻ്റെ ഒരു നിദർശനമാണ് കഥാശ്വാസം.